ഗുഡ് മോർണിംഗ് ഗായ്സ്. ദാസേട്ടന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഫാസ്ടാഗിന്റെ പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഇൻഫർമേഷൻ, ഏതാ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ പറയും. ഫാസ്ടാഗിന്റെ 2025 August 15 3,000 rupees കൊടുത്തു കഴിഞ്ഞാല് മീൻസ് ഇന്നലെ വന്ന റൂൾ, ഇന്നലെ വന്ന് അത് പ്രകാരം 1 year ഫുള്ള് 2,000 3,000 rupees 200 ട്രിപ്പ് 200 കിലോമീറ്റർ ആണോ ട്രിപ്പ്? 200 ട്രിപ്പ് 3,000 rupees പെർ ഇയർ കൊടുത്തു കഴിഞ്ഞാല് 200 ട്രിപ്പ് നമുക്ക് അതില് യാത്ര ചെയ്യാം. ഫാസ്ടാഗ് എപ്പോ ഏത് സമയം യൂസ് ചെയ്യാം? 1 year. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ബോംബെന്ന് കേരളത്തിൽ പോകുന്നു, അപ്പൊ ആ യാത്ര മൊത്തം അത് യൂസ് ചെയ്യാം? മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. BOT projects എന്ന് പറഞ്ഞാല് കൺസ്ട്രക്ഷൻ കമ്പനീസ് സ്വന്തം പൈസ എടുത്തിട്ട് ചെയ്തിട്ട് ടോള് പിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പിന്നെ രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടോൾ ഉണ്ട്, അതിലൊന്നും ബാധകമല്ല. ഇത് ഫുള്ള് NHAന്റെ ടോളില് NHI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ ടോളില് മാത്രമാണ് ഇത്. അത് മാത്രല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ ബോംബെന്ന് പിന്നെ പൂനെ എക്സ്പ്രസ് ഹൈവേയില് ടോൾ കൊടുത്ത്, അത് കഴിഞ്ഞ് അടുത്ത ടോളിന്റെ ഞങ്ങളിപ്പോ നാട്ടിൽ പോകുമ്പോ നമുക്കൊരു 10-12 ടോൾ ഉണ്ടെങ്കിൽ ഒരു 8 നമുക്ക് കിട്ടും. അത് ഒരു ട്രിപ്പിലാ കണക്കാക്കുക? അല്ലെങ്കിൽ ഒരു പോക്ക് പോകുമ്പോ ഒരു ട്രിപ്പ്, റിട്ടേൺ വരുമ്പോ ഒരു ട്രിപ്പ്, 2 ട്രിപ്പായിട്ട് കണക്കാക്കും. ഞാൻ വിചാരിച്ചു അന്നത്തെ ദിവസം പോകുന്ന ഓരോ ടോളും അത് ഓരോന്നായിട്ട് കണക്കാക്കും. എത്ര ടോള് ക്രോസ് ചെയ്യുന്നുണ്ട് അത്ര എണ്ണം കൗണ്ട് ചെയ്യും. ബസ്, ടൂറിസ്റ്റ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒന്നിനും അലൗഡ് അല്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈവറ്റ് നമ്മളെ ഇൻഡിവിജ്വൽ വെഹിക്കിൾസിന് മാത്രമേ ഇത് ബാധകം. ദാസ, ഈ ഇപ്പൊ 3,000 രൂപ ഇയർലി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ട്രിപ്പ് നമുക്ക് കിട്ടുന്നു. അതെങ്ങനെയാ ഇപ്പൊ നമ്മള് 3,000 രൂപ കൊടുക്കേണ്ടത്? ഏത് വഴിയാ കൊടുക്കേണ്ടത്? ഇത് രാജമാർഗ് യാത്ര എന്നൊരു ആപ്പ് ഉണ്ട്, അതിലൂടെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾക്കിപ്പം നമ്മളിപ്പം ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് രാജമാർഗ് യാത്ര എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആനുവൽ ടോൾ പ്ലാസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം എലിജിബിളായിട്ട് ഏതെല്ലാം ടോളാണുള്ളത്. അത് ഇന്ത്യയിലെ ഏതെല്ലാം ടോളിലാണ് NHAന്റെ ടോളുള്ളത് അത് കാണാൻ പറ്റും. ഇതിൽ ഫുള്ള് എവിടെയുള്ള എല്ലാം കാണാൻ പറ്റും. അതിനുശേഷം നേരെ ആക്ടിവേറ്റ് ആക്കുക. ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ട്, വെയർ വെഹിക്കിൾ, രജിസ്ട്രേഷൻ നമ്പർ റിക്വയർഡ്, ഫാസ്ടാഗ് സെയിം അതെല്ലാം ഉണ്ടാവും. അതെല്ലാം വായിച്ചതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് അമർത്തുക. ഗെറ്റ് സ്റ്റാർട്ടഡ് അമർത്തിയതിന് ശേഷം അവരവരുടെ വെഹിക്കിൾ നമ്പർ കൊടുക്കുക. അപ്പോൾ എൻ്റെ വെഹിക്കിൾ നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിന് ശേഷം സ്റ്റാർട്ട് അമർത്തുക. സ്റ്റാർട്ട് അമർത്തിയതിന് ശേഷം നെക്സ്റ്റ് അമർത്തുക. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ജാമാണ്, വാഹൻ്റെ സൈറ്റ് കുറച്ച് ബിസിയാണ്. അതിനുശേഷം പിന്നെയും ട്രൈ ചെയ്ത് അപ്പോൾ കിട്ടിയത്. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് അമർത്തുക. നെക്സ്റ്റ് അമർത്തിയതിന് ശേഷം നമ്മളെ മൊബൈൽ നമ്പർ ഇടുക. മൊബൈൽ നമ്പർ ഇട്ടതിന് ശേഷം പിന്നെയും ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് ടേംസ് ആൻഡ് കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് പേയ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ അതിൽ ഗൂഗിൾ പേൻ്റെ ഓപ്ഷൻ ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, പിന്നെ UPI ഉണ്ട് എല്ലാം. അപ്പോൾ ഇവിടെയും മൊബൈൽ നമ്പറും ഇമെയിൽ ID അടിക്കണം. എന്നിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3,000 rupees ചെയ്യുക. ഗൂഗിൾ പേയിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ പ്രോസസ്സായി വരുന്നുണ്ട്. അതിനുശേഷം പേയ്മെൻറ്റ് ഇപ്പോൾ പേയ്മെൻ്റ് ആയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം നേരെ കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് എത്ര ഇയർ, 1 year, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, 200
ടോൾ ഇതിപ്പോ ക്രോസിംഗ്. നമ്മള് ഡൗൺലോഡ് ചെയ്തിട്ട് പേയ്മെന്റ് എല്ലാം അടച്ചില്ലേ? അപ്പൊ ഇനി നാട്ടിൽ പോകുമ്പോ നമുക്ക് ഒരു ട്രിപ്പിന് തന്നെ എത്ര പൈസ ലാഭം? ഒരു ട്രിപ്പിൽ എത്ര ടോൾ ഉണ്ട്? നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 10-15 ടോളുണ്ട്. ഓക്കെ, 10 അതിലൊരു 8-10 ചേഞ്ച് ആയിരിക്കും. അന്നേരം നമുക്ക് അതിന്റെ ബാക്കിയില്ലേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഫ്രീക്വന്റ്ലി പോകുന്നതുകൊണ്ട് നമുക്കിത് ലാഭമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 20 എണ്ണം കഴിയും. നമുക്ക് ടോട്ടൽ എത്ര 200 തന്നെ, 150 ബാക്കി ഉണ്ടാവും. നമ്മൾ ഫ്രീക്വന്റ്ലി പോകുന്നതുകൊണ്ട് നമുക്കിത് ലാഭമാണ്. അല്ലാത്തവർക്കൊന്നും ഇത് വലിയ ലാഭമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിന്റെ ബെനിഫിറ്റും ഉണ്ടാവും, അതിന്റെ ഡ്രോബാക്കും ഉണ്ടാവും. ഫ്രീക്വന്റ്ലി പോകുന്ന നമുക്കെല്ലാം ലാഭം, അല്ലാത്തവർക്കൊന്നും വലിയ ലാഭമൊന്നുമില്ല.